ഹലോ മച്ചാമാരെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നില്ല. ഫുട്ബോൾ ലീഗ് 2025 എന്ന് പറഞ്ഞ ഒരു ഗെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം എല്ലാവരും കളിക്കുന്ന ഒരു ഗെയിമാണ്, അടിപൊളിയാണ്. അപ്പോൾ മച്ചാമാരെ അതിൽ ഫ്രീ കിക്ക് ഉണ്ട്, പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഉണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ വേൾഡ് കപ്പ് ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് കളിക്കുന്നതാണെന്നില്ല, ഞാനിതാ ലീഗാണ് കളിക്കുന്നത്. വെച്ചാൽ റിയൽ മാഡ്രിഡും പിന്നെ ഷോർട്ട് സ്റ്റാർ എന്നാണ് ഇതാ ഈ ടീമിൻ്റെ. പക്ഷേ നമ്മൾ 5 സ്റ്റാറും ഒരു 4 സ്റ്റാറും ആണ് ടീം വരുന്നത്. നമ്മളെ ജേഴ്സി ഓറഞ്ചാണ്, ഒരത് വൈറ്റ് ആണ്. എനിക്ക് തോന്നുന്നു, മനസ്സിലായില്ല കൃത്യമായിട്ട്. നമ്മൾ കളി തുടങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഗ്രൗണ്ട് എന്നൊക്കെ പറയാം. പ്ലേയേഴ്സൊക്കെ അതാ ലൈനായിട്ട് വന്നു. ഇതാണ് ഇവരുടെ ടീം. ഇതാണ് നമ്മളതിൽ എംബാപ്പെ, വിനീഷ്യസ്. ഇങ്ങനെ അവരുടെ ടച്ചിലൂടെ കളി നീങ്ങുകയാണ്. നമ്മൾ ബോൾ എടുക്കുന്നു, വീണ്ടും അവരുടെ കൈമേൽ തന്നെയാണ് ബോൾ. ഇപ്പോഴും അവരുടെ ഒരു മുന്നേറ്റ നിരയാണ്. അങ്ങനെ ബോൾ അവർ തന്നെ പാസ് ചെയ്ത് കളിക്കുകയാണ്. അങ്ങനെ ബോൾ വീണ്ടും നമ്മളെ കൈമേൽ തന്നെ എത്തുന്നു മച്ചാമാരെ. അങ്ങനെ നമ്മളെ സ്കില്ലൊക്കെ ഇട്ടു. റെയിൻബോ ഒക്കെയാണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ ബോൾ ഒരു ത്രൂ ആക്കുന്നു. അതിന് വേറെ ഒരു ത്രൂ, അതിൽ നിന്നും വേറെ ഒരു ത്രൂ, വീണ്ടും ഒരു ത്രൂ ആണ് മച്ചാമാരെ. അങ്ങനെ ഒരു ഷൂട്ട്, ഒരു കിണ്ണം കാഴ്ച ഗോളുമായി റോഡ്രിഗോ. എൻ്റെ മോനെ, ഏതാ ഗോള് റോഡ്രിഗോൻ്റെ, കിടിലൻ ഗോൾ റോഡ്രിഗോ. അടിപൊളി. എന്തായാലും അവരുടെ സെലിബ്രേഷനൊക്കെ ഉണ്ട്. ആ ഗോൾ ഞാനൊന്ന് പാടി കാണിച്ചു തരാം മച്ചന്മാരെ. വീണ്ടും അവരുടെ കളി തുടങ്ങുന്നു ടച്ചിലൂടെ. അതാ നമ്മൾ ബോളിന് വേണ്ടി പായുകയാണ്. വിനീഷ്യസ് ആദ്യം പോയത്, ശരി കിട്ടിയില്ല. നമ്മളെ കൈമിലെത്തുകയാണ് ബോള്. നമുക്ക് കിട്ടുന്നില്ല. ബോൾ നമുക്ക് കിട്ടി. ആരാണ്, ബെല്ലിങ്ങാണെന്ന് തോന്നുന്നു, ഷൂട്ട് ചെയ്തതാണ്. അവരുടെ കീപ്പർ അവർക്ക് കട്ടി കൊടുത്തു. എന്ന് വെച്ചാൽ നമ്മൾ ബോൾ എടുത്തെങ്കിലും പക്ഷെ കിട്ടിയത് ഒരു കൈ പോയി. ഇങ്ങനെ ബോൾ വീണ്ടും നമ്മുടെ കൈമിൽ കൈയെട്ടി അങ്ങനെ ഷൂട്ടായി പോയതാണ്. കളി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരുടെ കൈമിലാണ് ഇപ്പോൾ പന്തിരിക്കുന്നത്. ഇങ്ങനെ ബോൾ നമ്മളെ കൈമിൽ കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നമുക്ക് കിട്ടിയില്ല. ഇങ്ങനെ ചമര നമ്മളെ കൈമിൽ എത്തിയിട്ടുണ്ട് ബോള്. അങ്ങനെ പാസ്സാക്കുകയാണ്. വൺ ടച്ച് പാസ്സാണ് കേട്ടോ. അതിൻ്റെ ഉള്ളോട്ടൊരു പാസ്. ഇവിടെ വൺ ടച്ച് പാസിലൂടെ ബോള് എത്തുന്നു. കിടിലൻ പാസ്സായിരുന്നു, പക്ഷേ അത് അവരുടെ ത്രോയിലേക്ക് നല്ല പവറിൽ അടിച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഗോൾ നിര വീണ്ടും ടച്ചിലൂടെ ത്രോയിലൂടെ കളിക്കുന്നു. അങ്ങനെ ഒരു കിടലൻ പാസ് പറ്റിയില്ല. അങ്ങനെ ഇപ്പൊ ബോൾ കൊണ്ട് പോവുകയാണ് മച്ചാമാരെ. അങ്ങനെ ബോൾ നമ്മളെ കൈമിൽ തന്നെയാണ്. പിന്നെ ഓരോ കൈമിലെത്തി ബോള് മച്ചാമാരെ നിങ്ങൾ തന്നെ കാണുക. ബോള് വീണ്ടും നമ്മളെ കൈമലാണ്. പിന്നെ ഓരോ കൈമലായിട്ടുണ്ട്. ഇപ്പോൾ എന്താ കളി നല്ല വാശിയേറിയ മൂർച്ചമേറിയ കളിയാണ്. വിനീഷ്യസ് ജൂനിയർ കട്ട് ചെയ്ത് കയറുന്നു. ഒരു ത്രൂ. അങ്ങനെതാ വീണ്ടും ഒരു ഗോൾ. ഇന്ത്യ മോനെ, നമ്മളെ സ്വന്തം കിലിയൻ എംബാപ്പെ. സെലിബ്രേഷൻ നോക്കിയ ഏതാ സെലിബ്രേഷൻ, ഞാൻ ഒന്നും പാടി കാണിച്ചു തരാം ചമര. കിഡിലൻ ഗോളുമായി കിലിയൻ എംബാപ്പെ. വിനീഷ്യസ് ജൂനിയറൊക്കെ ഇവിടെ നിന്ന് ഓടുന്നുണ്ട്. അതാ വീണ്ടും കളിയുടെ മൂർച്ചം കൂടുന്നു. 2-0 എന്ന സ്കോർ ബോർഡിലാണ്. വീണ്ടും അവരുടെ ടച്ചോട് കളി ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു പാസിലൂടെ ബെല്ലിങ്ങാണെന്നതൊന്നും അറിയത്തില്ല. അങ്ങനെ വിനീഷ്യസ് ജൂനിയർ ബോൾ എടുക്കാൻ പോയപ്പോഴേക്കും ഫസ്റ്റ് ഹാഫായി മച്ചാമാരേതാ. നേരത്തെ അവരുടെ ഗോളം ഇതൊക്കെ തന്നെയാണ്, അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയതാണ്. 2-0 സ്റ്റാറിനൊന്നും, നമുക്ക് 2 ആണ്. സ്റ്റാറിന് മുട്ടയാണ്. ഇതാണ് അവരുടെ ടീം മച്ചാമാരെ. ഇതാണ് നമ്മളെ ടീം. നമ്മളെ ടീം റിമൈൻഡറാണ്. എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ തുടങ്ങിയ എല്ലാവരും ഉണ്ട് നമ്മളുടെ ടീമിൽ. അവരുടെ ടീം ഞാൻ മതിയാക്കി നോക്കിയിട്ടില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫ് നമ്മളെ ടച്ചോട് കൂടെ തുടങ്ങുന്നത് വിനീഷ്യസ് ജൂനിയറിനാണ്. ഫസ്റ്റ് ടച്ച് വിനീഷ്യസ് ജൂനിയറിനെ അവിടെ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയാണ്. ആരെന്ന് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇനിയിപ്പോൾ വിനീഷ്യസ് ജൂനിയറിന് പകരം വേറെ പ്ലെയറാണ് നമ്മൾ ഇറക്കാനായിട്ട് പോകുന്നത് മച്ചാമാരെ. അങ്ങനെ 2 എന്ന സ്കോർ ബോർഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിനീഷ്യസ് ജൂനിയറിനത് ഗോളാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്നാലും വേണ്ടിയില്ല, നമുക്ക്
സോറി വിനീഷ്യസ് ജൂനിയർ അല്ല, വിനീഷ്യസ് ജൂനിയറിനെ ഫോളോ ചെയ്ത് കയറി. വിനീഷ്യസ് ജൂനിയറിന് പകരം വേറെ പ്ലെയറാണ് ഇറക്കിയത്. പഠിക്കുന്ന പ്ലെയറിൻ്റെ ഗോളാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. നമുക്ക് നോക്കാം മച്ചാമാരെ. ആയിട്ടില്ല, നമ്മൾ വിനീഷ്യസ് ജൂനിയറിന് പകരം പുതിയ LWനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 20ാം വയസ്സ് RW ആണ് കിട്ടിയത്, LW ഇല്ല വയസ്സ്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളുടെ ഫ്രീ കിക്ക് എടുക്കുന്നു. ഫ്രീ കിക്ക് എടുക്കാൻ ആരാണ് നെയിം മനസ്സിലാവുന്നില്ല ഗൈസ്. മച്ചന്മാരെ, ഞാൻ ഗോളാണെന്നാണ് കരുതിയത്. പക്ഷേ കീപ്പറെ മേത്ത് തട്ടി, കീപ്പറ് സേവായി. നിങ്ങൾ കണ്ടോളൂ, കണ്ടില്ലേ, ഇപ്പം മേത്ത് തട്ടി തോന്നുന്നു. എനിക്ക് ക്ലിയർ ആവുന്നില്ല, വല ഉണ്ടായത് കൊണ്ട് മച്ചന്മാരെ. അങ്ങനെ വിനീഷ്യസ് ജൂനിയറിന് ഗുൽഗറോ പേര് മനസ്സിലായില്ല. ഇനി കോർണർ ആരെടുക്കുന്നത്? ബെല്ലിംഗത്തിന്റെ കോർണർ. ഞാൻ വിചാരിച്ചത് ഗോളായി എന്ന് വിചാരിച്ചത് ഗോളായി എന്നാണ്, പക്ഷെ അത് ഗോളായിട്ടില്ല. ഒരു ത്രോ കിട്ടുന്നു ബെല്ലിംഗത്തിന്. ബെല്ലിംഗത്തിന്റെ ഒരു കിഡ്ലിൻ ഷോട്ട്. ബെല്ലിംഗം അത് അടിച്ച് ഗോളാക്കി എടുക്കുകയാണ് മച്ചന്മാരെ. ഒരു കിഡ്ലിൻ ഷോട്ടുമായി ബെല്ലിംഗം. എൻ്റെ മോനെ, ഏതോ ഷോട്ട് മച്ചന്മാരെ ബെല്ലിംഗത്തിൻ്റെ. നല്ല കിഡിലൻ ഷോട്ടാണ്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ബെല്ലിംഗം ആ കോർണറിലേക്ക്. ഇതൊക്കെ ഒരു ജാതി കഴിവാണ് കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല. അങ്ങനെ ബെല്ലിംഗം എൻ്റെ മോനെ പ്രസ് നിൽക്കിയിട്ട് ബോൾ എടുക്കാൻ. ബോള് വിനീഷ്യസ് ജൂനിയറിനെ ഫോളോ ചെയ്ത ടൈമിലായിരുന്നു, അവൻ്റെ ബെല്ലിംഗത്തിൻ്റെ ടൈമിലാണ്. ബെല്ലിംഗം സ്കില്ല് കിട്ടുന്നുണ്ട്. താരാണ് നമ്മളെ കിലിയൻ എംബാപ്പയാണ്. താരം എനിക്ക് മനസ്സിലായില്ല. നല്ലൊരു മുന്നേറ്റമായിരുന്നു. അങ്ങനെ നമ്മളെ കൈമേലാണ് ബോള്. നെയിം മനസ്സിലാവുന്ന മച്ചന്മാരെ. അങ്ങോട്ടായിട്ടോ നല്ലൊരു മുന്നേറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ഹെഡർ ബോൾ. മച്ചന്മാരെ, നമ്മുടെ ടീമിനെക്കാട്ടി പിന്നെ വേറെ ഒരുത്തൻ കുത്തിയത് പുറത്തേക്കാക്കി. വീണ്ടും ബോൾ നമ്മളെ കൈമേലാണ്. പാസ്സായി പോയി മച്ചന്മാരെ, നമ്മളെ കൈമന്ന്. അങ്ങനെ വേണ്ടില്ല, നമ്മൾ തന്നെയാണ് ഇപ്പോൾ ലീഡുള്ളത്. 3 എന്ന സ്കോർ ബോർഡ് ബെല്ലിംഗത്തിന്റെ കൈമേലാണ്. അങ്ങനെ വേറെ പേരിനായിരുന്നതോ. നല്ലൊരു മുന്നേറ്റം. നല്ലൊരു മുന്നേറ്റം. മച്ചന്മാരതാ വീണ്ടും ത്രോയിലൂടെ കളി ആരംഭിക്കുകയാണ്. ഗൈസ്, നമ്മളെ മിസ് പാസ് വരാണ്. പ്ലെയറെ മനസ്സിലാവുന്നില്ല. എന്തായാലും കളി വീണ്ടും ഒരു മുന്നേറ്റം ഇവിടെ കിട്ടുന്നു. നേരത്തെ 1 ടച്ച് പാസ് ചെയ്യുന്നു. ആ മുന്നേറ്റവും അവിടെ ഫെയിലാവുകയാണ് ചമാരെ. നമ്മൾ എടുത്ത് നമ്മൾ മുന്നോട്ട് ഓടുകയാണ് ചമാരെ. ഒരു കിടിലൻ ത്രൂ ആയിരുന്നു, പക്ഷെ ആരെന്ന് മനസ്സിലായില്ല. അവൻ ഓടിയിട്ട് എത്തില്ല. വീണ്ടും ബോൾ നമ്മളെ കൈമ തന്നെയാണ്. നെയിം മനസ്സിലാവുന്നില്ല ചമാരെ. ചമാര ഇല്ലെങ്കിൽ നമുക്ക് ഗോൾ ഇടായിരുന്നു. അങ്ങനെ ആ ഗോൾ അവിടെ നഷ്ടപ്പെട്ടു. അതാ വീണ്ടും നെയിം മനസ്സിലാവുന്നില്ല. ബെല്ലിംഗമാണ്. കിലിയൻ എംബാപ്പയാണ്. എംബാപ്പെ. രണ്ട് ചാൻസാണ് മച്ചന്മാരെ നമുക്ക് മിസ്സായത്. അങ്ങനെ നമുക്ക് 5 ഗോളും കാര്യങ്ങളൊക്കെ അടിക്കായിരുന്നു. ഒന്ന് ത്രോയും ഒന്ന് നേരത്തെ മച്ചന്മാരെ കളി ആരംഭിക്കുന്നു. അപ്പോൾ നമ്മളെ കൈമേലാണ് സെക്കൻഡ് ഹാഫിൻ്റെ അവസാന നിമിഷം 5 മിനിറ്റ് എക്സ്ട്രാ ടൈമിലൂടെ അവർ പാസ് ചെയ്ത് കളിക്കുകയാണ്. ഗോൾ ഇടുകയാണ് ശരിക്കും ഒരു വേണ്ടത്. ഒരു ഫുള്ള് പാസിംഗ് ആണ്. കളി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. 3 സ്കോറിന് നമ്മൾ സ്റ്റാറിനെ തോപ്പിച്ചു കഴിഞ്ഞു റിയൽ മാഡ്രിഡ്. അടിപൊളി ഗെയിമാണ്. ജയിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഫുട്ബോൾ ലീഗ് 2025 അടിച്ചാൽ മതി. അത്യാവശ്യം നല്ല ഗെയിമാണ് ഫുട്ബോൾ ലീഗ് 2025. അപ്പോൾ മച്ചാന്മാരെ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ കളിച്ച സ്കോറുകളാണ്. ഇനി നമ്മൾ ഇന്നിപ്പോൾ ഇത്രയല്ല, നമ്മൾ ഇന്ന് നിർത്തി മച്ചാന്മാരെ. അപ്പോൾ മച്ചാന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ മച്ചാന്മാരെ, നമുക്കിനി ബാക്ക് അടിക്കാം മച്ചാന്മാരെ. അപ്പോൾ നമ്മളിന്ന് നിർത്തുകയാണ്, നമ്മൾ ഓക്കെ കൊടുക്കുകയാണ് മച്ചാന്മാരെ. ഇനി നമുക്ക് നാളെയാണ് കളി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്